അപ്പം എങ്ങനെയാ ഒരു വീഡിയോ കാണുമല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പാർവതി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് കൊല്ലത്ത് വരെ പോവാണ്. എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എനിക്ക് ആക്ച്വലി വയ്യ എന്ന വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഒരു ഇതാണ്. എനിക്ക് 2-3 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയുക ബാലൻസിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് നല്ല രീതിയിൽ ക്ഷീണമാണ് എൻ്റെ ഫേസിൽ. അപ്പം എനിക്ക് കൊല്ലത്ത് 2-3 കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ വീട്ടിൽ വെച്ച് എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുത്ത് ചടഞ്ഞോടിയിരിക്കും. കാരണം ഹോസ്പിറ്റലിലായപ്പോൾ തൊട്ട് കാലുമായത്തപ്പോൾ തൊട്ടൊക്കെ ഫുൾ റെസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇന്ന്. അമ്മ വരുന്നെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അമ്മ ലാസ്റ്റ് മിനിറ്റ് കലുവരി അമ്മ വന്നില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം എനിക്ക് 2-3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എനിക്ക് ATM കയറി 2-3 റെഡിയാക്കാനുണ്ട്, കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊന്ന് കടയിൽ കയറണം. പിന്നെ എനിക്കൊന്ന് ഫിലിമിന് പോകണം എന്നുണ്ട്. കുറേ നാളായി ഞാൻ ഫിലിമിന് പോയിട്ട്. അപ്പം ഈ 3 കാര്യങ്ങളാണുള്ളത്. അപ്പം ഞാൻ ഓൺ ദ വേ ആണ്. കുണ്ട്ര എത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടിയൊരു വ്ളോഗിങ് ചെയ്തേക്കാന്ന്. അപ്പം നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാണാം. ബാ. അപ്പം ഞാൻ ഇവിടെ വന്ന് ബാങ്കിലല്ല നമ്മുടെ ATM കയറി കാർഡും ഇതൊക്കെ സെറ്റാക്കി. എന്തൊരു തിരക്കാണ്. ബാങ്കിൽ പോയാൽ ബാങ്കിൽ തിരക്ക്. സെക്കൻഡ് സാറ്റർഡേ ആയാലും അല്ലാത്ത ദിവസമാണെങ്കിൽ ATM എന്തോരം തിരക്കാടെ പോയി ക്യൂ നിന്നിട്ടാണ് വന്നത്. പിന്നെ പുറത്തോട്ട് എല്ലാവരും ഇറങ്ങുമ്പോൾ ഒരു കോടി എടുത്ത് കൈവച്ചേക്കുക. മഴയുണ്ടെങ്കിൽ പോലും നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ വന്നു. ബാങ്കിലെ കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അത് തീർന്നു. ഞാൻ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, കടയിൽ പോകണം, ഫിലിമിന് പോകണം. ഫുഡിൻ്റെ കാര്യം, ഫിലിമിന് കയറണമെങ്കിൽ അത് 2:30-ക്കാണ്. ഇപ്പോൾ 1:20 അപ്പോൾ ആദ്യം നമുക്ക് അത് നോക്കാം. ചിലപ്പോഴേ ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ, കാരണം എനിക്ക് വിശക്കുന്നില്ല. ഞാൻ രാവിലെ കുറച്ച് താമസിച്ച് കഴിച്ചിട്ട് ഇറങ്ങിയേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഞാൻ നമ്മുടെ ഷായിൽ വന്നിട്ട് ഒരു മീൽസാണ് വാങ്ങിയത്. ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ചട്ടിച്ചോറൊന്നും വാങ്ങാൻ നിന്നില്ല. ഇവിടെ ചട്ടിച്ചോറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഞാൻ നോർമൽ റൈസും വാങ്ങി. ഞാൻ അതിൻ്റെ കൂടെ നെത്തോലി വറുത്തതും വാങ്ങിച്ച് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് സിനിമയ്ക്ക് പോവാം. 1:55 നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നല്ലതായിട്ട് ഫുഡ് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇങ്ങനെ ക്രേവ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറി ഫുഡ് കഴിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ ഗ്യാസ് അറിയാലോ എന്ന് വെച്ചിട്ടാണ്. ഈ സിനിമ കഴിയുമ്പോൾ ലേറ്റ് ആവില്ലേ. അപ്പോൾ നമുക്ക് ഞാൻ ഷായിൽ നിന്ന് അടിപൊളി ഒരു മീൽസ് കഴിച്ചു. പണ്ട് തൊട്ടേ അച്ഛൻ ഷായിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇവിടെ എത്തുമ്പം മീൽസ് കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. അപ്പം ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് പറ്റില്ല കേട്ടോ. ഞാനത് ഇപ്പോഴേ അറിയുന്നത്. ലെഫ്റ്റ് സൈഡിലൊന്നും പാർക്കിംഗ് പറ്റില്ല, നോ പാർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പിസ്സ ഹട്ടിൻ്റെ അടുത്ത് ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഇവിടെ ഇടാവുമെന്ന് അറിയില്ല, അവരെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ എങ്ങോട്ടേക്ക് പോവാം? ഫിലിമിന് പോവാം. നമ്മൾ ആക്ച്വലി തിയേറ്ററിലെത്തി. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. ഒറ്റയ്ക്കുള്ള സോളോ മൂവി ടൈമാണ് എൻ്റെ. അപ്പം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ് അകത്ത് കയറാൻ വേണ്ടി. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് മറ്റേ ഷോ തീർന്നത്. പിന്നെ ഞാൻ എന്താ വന്നിരുന്നു. നമ്മുടെ ഫിലിം തുടങ്ങാറായി. ഇപ്പം കണ്ടിട്ട് കാണാം. ആക്ച്വലി നമ്മൾ ഫിലിം കണ്ടിറങ്ങി. എനിക്ക് എൻ്റെ മുഖം കണ്ട ഭയങ്കര ഇമോഷണൽ സിനിമയായിരുന്നു. ഞാൻ വരാനാണ് കണ്ടത്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. മച്ച് വാച്ചാണ് എന്ന് വെച്ചാൽ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് എല്ലാ ഫിലിംസും ഹിറ്റ് ചെയ്യും. കുറേ നാളെ ഇങ്ങനെ കണ്ടിട്ട്. അപ്പം നമുക്ക് ഈ മൂടൊക്കെ മാറ്റാൻ ഒന്ന് RPയിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങാം. നമ്മൾ ആക്ച്വലി RP മോളെത്തി. പാർക്കിംഗ് ഒക്കെ കിട്ടി. നല്ല റഷ് ഉണ്ട്. നമുക്ക് ആദ്യം ഫുഡ് കോർട്ടിൽ പോയി ഒരു ചായ കുടിക്കാം. എന്നിട്ട് നമുക്ക് എന്താ നോക്കാം. പിന്നെ ഈ മൂടൊന്ന് മാറ്റട്ടെ. ഈ മൂടൊന്ന് മാറുമെന്ന് തന്നെ പാടാണ്. കാര്യം എനിക്കിങ്ങനെ ഓർത്തോർത്ത് കരച്ചൊരു സ്വഭാവമുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ RP മോളുടെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് കൊഴക്കട്ടയും ഒരു സുലൈമാനിയും വാങ്ങിയിരുന്നു. വന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് കഴുകിയിട്ട് വന്നിരുന്നു. നല്ല കൊഴക്കട്ടയായിരുന്നു കേട്ടോ. പിന്നെ നല്ല സുലൈമാനി ഊതി ഇടിച്ച് ആ ഒരു എന്താ പറയുന്ന ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. കാരണം റിയൽ ആണെങ്കിലും അതൊരു ഫിലിമാണ് എങ്കിലും ഒക്കെ നമ്മൾ എനിക്ക് ഇത്തിരി പാടാണ്. അപ്പോൾ നല്ല കൊഴക്കട്ടയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിങ്ങനെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയാണ് ഞാൻ ചെയ്തത്. എന്താ പറയുക, എൻ്റെ ആ ഒരു മൂഡ് മാറാനായിട്ട് ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഞാൻ സോളോ ആയിട്ട് പോയതാണ്. അപ്പം ഭയങ്കര ഒരു ഹാർട്ട് ഫീലിങ്സോടുകൂടിയാണ് ഞാൻ ഇറങ്ങി വന്നത്. അപ്പം അതൊക്കെ ഒന്ന് ചായക്കുടി ഉഷാറായി. തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറി ഞാൻ പാർക്കിങ്ങിലേക്ക് പോവാണ്. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എവിടെയും പോയൊന്നുമില്ല. ഞാൻ RP മോളിൽ പോയി ഒരു കോഫി കുടിച്ചു, ഒരു കൊഴുക്കട്ട കഴിച്ചു. പിന്നെ ഞാനിങ്ങനെ പോരുന്നു. എനിക്ക് അങ്ങനെ എവിടെയും കയറാനുള്ളൊരു മനസ്സില്ലായിരുന്നു. പിന്നെ അതുമല്ല, ഞാൻ ലൈഫിൽ ഇതുവരെ
ഒറ്റയ്ക്ക് സോളോ ആയിട്ട് പോയി ഫിലിം കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കണ്ട ഫിലിമാണ് അമരൻ. അപ്പം എന്നോട് ദേവി ചോദിക്കുകയും ചെയ്ത്, എന്നുവെച്ചാൽ ഞാൻ ഏത് ഫിലിം, ഇതിപ്പം ഓക്കെ നമുക്ക് ഒറിജിനൽ സ്റ്റോറിയാണ്, നമുക്ക് ഓക്കെ കണക്റ്റഡ് ആണ്, വിഷമം എന്നൊക്കെ പറയാം. ഇതിപ്പോൾ ഏതൊരു സ്റ്റോറി ആണെങ്കിലും ഞാൻ പെട്ടെന്ന് ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ ദേവി എന്നോട് ചോദിക്കുക, നീ ഒറ്റയ്ക്കൊക്കെ പോയി കാണാറായോ ഇങ്ങനത്തെ സിനിമ? അദ്ദേഹം പറഞ്ഞാൽ ആയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് ഇനി ഒരു സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്നു ചോദിച്ചാൽ ചാൻസസ് വളരെ കുറവാണ്. കാര്യം എൻ്റെ കൂടെ എപ്പോഴും ഒന്നെങ്കിൽ ദേവി ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനമ്മ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിനൊരു ഒറ്റയ്ക്ക് പോയി ഫിലിം കണ്ടത്. അപ്പം സോളോയെ എൻജോയ് ചെയ്യാനല്ലോ. ഇപ്പം എല്ലാ ടൈമിലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ. പക്ഷേ എനിക്ക് ആ ഫിലിം കണ്ടിറങ്ങി വന്നതിൻ്റെ ഒരു ഇമോഷനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റിയില്ല. ആ ടൈം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സ്റ്റിൽ ഞാൻ ഇപ്പോൾ ഇത്രയും കുറച്ച് അവേഴ്സ് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ പോലും ഞാൻ ആ ഹാർട്ടിനകത്ത് ക്യാരി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഫിലിം കണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ആ ഒരു എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ ആ ഒരു ഫീലിംഗ് ആണെങ്കിലും ആ ഒരു ഫുൾ സ്റ്റോറിയുടെ ഒരു സംഭവം. അങ്ങനെ ഞാൻ വെച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ സോളോ വ്ളോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തുള്ള കുട്ടി കുട്ടി വ്ളോഗും അല്ലാത്ത വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ അതുവരെ ടാറ്റാ.